ആന്റി പറയുന്നതൊക്കെ അവൻ അനുസരിക്കുന്നുമുണ്ട്. ഇനി ആന്റി ഒന്ന് മനസ്സ് വെച്ചാ ഏത് വിഷയത്തിലും ഇന്ദ്രനെ ആന്റിയുടെ കൂടെ നിർത്താൻ പറ്റും. നീ എന്താ ഹർഷ ഈ പറയുന്നത്? അയാള് വിളിച്ച കാര്യം ഞാൻ ഇന്ദ്രനെ അറിയിക്കണമെന്നാണോ? ഏയ്, അതൊന്നും വേണ്ട. അയാൾ ആന്റിയെ വിളിച്ചതല്ലാതെ അന്വേഷിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആന്റി അത് പറയാൻ വരട്ടെ. അയാൾ തിരിച്ചു വരില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. പക്ഷെ ഇന്ദ്രന്റെ പെറ്റമ്മ ആരാണെന്നറിയാൻ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം അവൻ നടത്തുന്നുണ്ട് ഹർഷേ. അതിന്റെ ഒരു സൂചന ഞാൻ നിനക്ക് തന്നിരുന്നല്ലോ. അതിനിടയിൽ ഇനി അയാൾ എങ്ങാനും വന്നാ അനുപമയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. ആന്റി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തലപൊണ്ണാക്കല്ലേ. ഇന്നോ നാളെയോ അയാൾ വരുമെന്ന് പേടിച്ചല്ലേ ആന്റി യാത്ര പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഇന്ന് അയാൾ വന്നോ? ഇല്ലല്ലോ. നാളെ വരില്ലെന്ന് എന്താ ഹർഷ ഉറപ്പ്? ആന്റി നാളെ പോവല്ലേ? പിന്നെ 2 ദിവസം കഴിയും വരാൻ. അയാൾ വരികയാണെങ്കിൽ അതിനുള്ളിൽ വന്നു പോകും. ആന്റി സമാധാനമായിട്ട് പോയിട്ട് വാ. ശരി ഹർഷേ. ഇവിടെ നിൽക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. 2 ദിവസം ഞാൻ എല്ലാം മറന്നൊന്ന് യാത്ര ചെയ്യട്ടെ. ഞാൻ പോയി വന്നിട്ട് കാണാം ഹർഷേ. ഓക്കെ ആന്റി. അപ്പോ ഹാപ്പി ജേണി. ഗുഡ് നൈറ്റ്. ശരി ഹർഷേ. എത്ര? 100. അപ്പൊ ഓക്കെ. ഓക്കെ, ഞാൻ വിളിക്കാം. ശരി ശരി. അപ്പുറത്തെന്തിനാ പോയത്? അവിടെ എന്തൊരു ശബ്ദം കേട്ട് നോക്കാൻ പോയത്. അതെ, നിങ്ങൾ നിങ്ങളുടെ വണ്ടി വിറ്റോ? ഇല്ല, വിൽക്കാൻ വേണ്ടി കൊടുത്തു. കുറച്ചു രൂപ അഡ്വാൻസും വാങ്ങി. വല്ല വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാം അറിഞ്ഞ കാര്യങ്ങളാ. തിരിച്ചു വരുന്ന ഉറപ്പുണ്ടായിരുന്നു. അമ്മ വന്നായിരുന്നോ? ഇല്ല, അച്ഛൻ നാളെ എത്തുള്ളൂ.